മലയാള മനോരമ പ്രാദേശിക ലേഖകനായ ആനാട് ശശിയുടെ ആത്മഹത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ ബാങ്കിനെതിരെ ആനാട് ശശിയുടെ സഹോദരൻ ജയചന്ദ്രന്റെ നിർണായക വെളിപ്പെടുത്തൽ. സഹകരണ ബാങ്കിലെ 1.62 കോടി രൂപയുടെ നിക്ഷേപം തിരികെ ലഭിക്കാത്തതുകൊണ്ടാണ് ആനാട് ശശി ആത്മഹത്യ ചെയ്തതെന്ന് സഹോദരൻ ജയചന്ദ്രൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. രാജീവ് ഗാന്ധി സഹകരണ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാത്തത് ശശിക്ക് ഡിപ്രഷൻ ഉണ്ടാക്കിയെന്നും സഹോദരൻ ജയചന്ദ്രൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. കാരണം വേറൊന്നുമില്ല. ഡിപ്രഷൻ കൊണ്ട് പുള്ളിയുടെ പണം നഷ്ടപ്പെട്ടതിലുള്ള ഡിപ്രഷൻ കൊണ്ട് കുറച്ച് ദിവസമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. ശാരീരിക അസ്വസ്ഥത ഉണ്ടായി. ഒന്നും കിട്ടിയിട്ടില്ല. കുറച്ച് 20,000 രൂപ കിട്ടിയെന്നാണ് ഞാൻ കണ്ട ന്യൂസ്. അതിന് അതിൽ കൂടുതലൊന്നും കിട്ടാൻ വഴിയില്ല. പല പ്രാവശ്യം ചോദിച്ചു. അവിടുത്തെ പല ഒഴിവഴികളും പറഞ്ഞു മാറിയെന്നാണ് പറയുന്നത്. ഉള്ളൂ ആള് ഏകദേശം കണ്ടാൽ നമുക്ക് ഒരു കഷ്ടം തോന്നുന്ന അവസ്ഥയിലേക്ക് ആരോഗ്യമൊക്കെ പോയി മാനസികമായി തകർന്ന് ആരുമായിട്ടും വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. അതൊക്കെ അങ്ങനെ പോയായിരുന്നു. പിന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ അസ്തമിച്ചു. അതാണ് അതിൻ്റെ കാരണം. കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. കമലേഷ്, ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ആനാട് ശശിയുടെ സഹോദരൻ ജയചന്ദ്രൻ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. ഈ കോൺഗ്രസ് ഭരിക്കുന്ന രാജീവ് ഗാന്ധി സഹകരണ സംഘം മുണ്ടേല അവിടെ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കാത്തതാണ് മരണകാരണം. ഡിപ്രഷൻ ഉണ്ടായി ഈ പണം കിട്ടാത്തതിന്റെ പേരിൽ അത് മരണത്തിലേക്ക് നയിക്കുകയായിരുന്നു എന്ന ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കോൺഗ്രസ് ഭരണസമിതിക്കെതിരെ ശശിയുടെ സഹോദരൻ നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? മനു, ഈ മനോരമയുടെ പ്രാദേശിക ലേഖകനും അതുപോലെ തന്നെ കോൺഗ്രസ് അനുഭാവി കൂടിയാണ് ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്ത ആനാട് ശശി എന്ന് പറയുന്നത്. കോൺഗ്രസ് കുടുംബമാണ് അവരുടേത്. അതുപോലുള്ള നിരവധിയായ കോൺഗ്രസ് കുടുംബങ്ങളിൽ നിന്ന് പൈസ സ്വരൂപിച്ചാണ് ഇത്തരത്തിൽ ഈ ബാങ്ക് വലിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള, കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ ബാങ്കാണ് വലിയ തട്ടിപ്പിന് നേതൃത്വം നൽകിയത്. നേരത്തെ തന്നെ ഏതാണ്ട് ഇത് ആനാട് ശശിയുടേത് ഒരു കേസ് മാത്രമാണ്. ഇത്തരത്തിൽ നിരവധി ആളുകളോട് കോടിക്കണക്കിന് രൂപ വാങ്ങി ഏതാണ്ട് 40 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ മ്യൂസിയം പോലീസ് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കാരണമടക്കം, മരണകാരണം എന്താണ് എന്നതടക്കമുള്ള അന്വേഷണങ്ങളിലേക്ക് കടക്കുന്നതിനിടെയാണ് ഈ ആനാട് ശശിയുടെ സഹോദരൻ തന്നെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ കൈരളി ന്യൂസിനോട് നടത്തുന്നത്. ഈ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ ബാങ്കിൽ ഇദ്ദേഹത്തിന് 1.62 കോടി രൂപയുടെ നിക്ഷേപമുണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലായി അത് ആവശ്യപ്പെട്ടു, പരാതികൾ നൽകി. പക്ഷേ ആ പൈസ തിരികെ കിട്ടാത്തത് അദ്ദേഹത്തിന് വലിയ വിഷാദ രോഗത്തിലേക്ക് അദ്ദേഹത്തെ തള്ളിവിടുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം പലതരത്തിലുള്ള അസുഖങ്ങളിലേക്ക് അദ്ദേഹം പോയി അസുഖബാധിതനായി നിന്നു. ഈ നിലവിൽ ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ ഈ നിയന്ത്രണത്തിലുള്ള ഈ ബാങ്കിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ച ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ തന്റെ കോടിക്കണക്കിന് രൂപ, അതായത് ഈ 1.62 കോടിയോളം രൂപ, അത് ഈ കുടുംബത്തിന്റെ രണ്ടുപേരുടെയും, ഭാര്യയുടെയും ഭർത്താവിന്റെയും ജീവിതകാലം മുഴുവനുള്ള സമ്പാദ്യമാണ്. മകൾക്ക് വേണ്ടി, ഒരു മകളാണ് അവർക്കുള്ളത്. അവരുടെ പഠനം ഉൾപ്പെടെ മുന്നിൽ കണ്ടാണ് ഇത്തരത്തിൽ അവിടെ നിക്ഷേപം നടത്തിയിട്ടുള്ളത്. പക്ഷേ അത് തിരികെ ലഭിക്കില്ല എന്ന വലിയ നിരാശ അദ്ദേഹത്തെ ബാധിച്ചിരുന്നു. അത് വലിയ വിഷാദ രോഗത്തിലേക്ക് ആനാട് ശശിയെ തള്ളിവിട്ടിരുന്നു. അതിനുശേഷം വലിയ അസുഖങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. ഇതെല്ലാം ചേർന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു കാരണത്തിന്റെ ഭാഗമായി അദ്ദേഹം ഈ ആനാട് ജയചന്ദ്രനോട്, അതായത് സഹോദരനായ ജയചന്ദ്രനോട് ഈ വിഷയങ്ങൾ സംസാരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ജയചന്ദ്രൻ ഉൾപ്പെടെ ഈ വിഷയം കൃത്യമായി അറിയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ പണം തിരികെ ലഭിക്കാത്ത സാഹചര്യമാണ് അദ്ദേഹത്തെ ഈ മരണത്തിലേക്ക് നയിച്ചത് എന്ന വലിയ വെളിപ്പെടുത്തലാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ കൂടിയായിട്ടുള്ള ആനാട് ജയചന്ദ്രൻ കൈരളി ന്യൂസിനോട് നടത്തിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ മൊഴി വളരെ വിശദമായി തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന മ്യൂസിയം പോലീസിൽ അദ്ദേഹം നൽകുകയും ചെയ്തു. ഇന്നലെ രാത്രിയും മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി ഈ മൊഴി നൽകിയിട്ടുണ്ട്. മൊഴി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് മ്യൂസിയം പോലീസ് ഇതിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. മനു, ശരി.